9-ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ കൊച്ചിലോലക്കിനെ അരികിലേക്ക് ചേർത്തിരുത്തി മാതാവിന്റെ രൂപത്തിലേക്ക് വിരൽ ചൂണ്ടി അപ്പൻ പറഞ്ഞു, ഇനി ഇവളാണ് നിന്റെ അമ്മ. ചേട്ടന് പിന്നാലെ 21-ാം വയസ്സിൽ അപ്പനും വിടവാങ്ങിയപ്പോൾ ഉറ്റവരെ തിരികെ വിളിച്ച് ദൈവം തന്നിലേക്ക് ഇറങ്ങി വരുവാണെന്ന് അവന് തോന്നിയിട്ടുണ്ടാകും. പാറമടയിൽ ജോലി ചെയ്തും ഖനിത്തൊഴിലാളിയായും ജീവിതം കരുപിടിപ്പിച്ചു. പിന്നെ ക്രിസ്തുവിന്റെ പുരോഹിതനായി 1978 സഭയിലെ 264-ാം മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത് സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ വെളുത്ത പുകയുയർന്നപ്പോൾ തടിച്ചുകൂടി ജനങ്ങളെ അഭിവാദ്യം ചെയ്തത് അയാളുടെ കരങ്ങളായിരുന്നു. കർദിനാൾ ജോസഫ് കരോൾ വോയിറ്റീവ. വെടിയുതിർത്തവനെ ചേർത്ത് നിർത്തിയും ചെയ്ത തെറ്റുകൾക്ക് ലോകത്തോട് മാപ്പിരുന്നും അയാൾ കാലത്തെ വിസ്മയിപ്പിച്ചു. ഭാരതം ഉൾപ്പെടെ 129 രാഷ്ട്രങ്ങളിൽ ആ പുണ്യപാദം പതിഞ്ഞു. എഴുതിയത് 14 ചാക്രിയ ലേഖനങ്ങൾ, ഉയർത്തിയത് 482 പുണ്യവാന്മാരെ. നീണ്ട 26 വർഷവും 168 ദിവസവും സഭയുടെ അമരത്തിരുന്ന ഒടുവിൽ പടിയിറങ്ങിയപ്പോൾ ലോകം വാഴ്ത്തി. മഹാനായ ജോൺ പോൾ II